السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇസ്ലാമിക ലോകം പരിശുദ്ധ റമദാനു ഷരീഫിനെ വരവേൽക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. കഴിഞ്ഞ റമദാനിൽ തന്നെ അവസാന സമയത്ത് പലരും നമ്മളിൽ പ്രാർത്ഥിച്ചവരുണ്ട്. അല്ലാഹുമ്മ അഇദ് അലൈന റമദാനൻ അദീദ, ഇനിയും റമദാനുകൾ ഞങ്ങൾക്കുണ്ടാവണേ എന്നാണ് ആ തേട്ടം. ഈ വർഷം റജബ് മുതൽ നമ്മൾ വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയതെങ്ങനെ എന്ന് നമുക്കറിയാം. വരാൻ പോകുന്ന അതിഥി ആരാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഒരുങ്ങുന്ന വ്യക്തി ഒരുങ്ങുന്നത്. പലപ്പോഴും നമ്മുടെ സമ്മതമില്ലാതെ കടന്നു വരുന്ന പല അതിഥികളുമുണ്ട്. നമ്മൾ പറയാറുള്ളത് ഒരുങ്ങാൻ കഴിഞ്ഞില്ല, വേണ്ടത് ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. പക്ഷേ 2 മാസം മുമ്പേ അതിഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പഠിപ്പിച്ചത് തന്നെ എങ്ങനെയാണ്? റജബിൽ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും നന്മകൾ ചെയ്ത് ശരീരത്തിലെ അവയവങ്ങളെ അള്ളാഹുവിന് പൊരുത്തമുള്ള രൂപത്തിൽ ചലിപ്പിക്കാൻ കഴിയണം. അതോടൊപ്പം തെറ്റുകളിൽ വ്യാപൃതമായ അവയവങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയണം. ഇതാണ് റജബിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് ശഅബാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആത്മീയമായ മാനസികമായ പുരോഗതി ഉണ്ടാക്കുന്ന മനസ്സിൻ്റെ ശുദ്ധി കലശത്തിന് ആവശ്യമുള്ളതാണ് ശഅബാനിൽ നമ്മൾ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, റജബ് കഴിഞ്ഞ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഈ പരിശുദ്ധ റജബിൽ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ശരീരത്തെ ഉപയോഗപ്പെടുത്തി എത്രമാത്രം എനിക്ക് ഇബാദത്തുകളിലേക്ക് എൻ്റെ ശരീരത്തെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു, എത്രമാത്രം തെറ്റുകളിൽ നിന്ന് എൻ്റെ ശരീരത്തെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചെങ്കിലാണ് എന്തുകൊണ്ടാണ് റമദാനിൽ എനിക്ക് കൂടുതൽ ഇഅ്തികാഫ് ചെയ്യാൻ കഴിയാത്തത്, കൂടുതൽ തറാവീഹിൽ പങ്കെടുക്കാൻ പറ്റാത്തത്, കൂടുതൽ ഖുർആൻ ഓതാൻ കഴിയാത്തത്, എൻ്റെ ശരീരം എന്തുകൊണ്ട് എന്നെ അതിന് സമ്മതിക്കുന്നില്ല എന്നതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുന്നത് ഈ റജബിൽ നമ്മൾ എന്തു ചെയ്തു എന്നതനുസരിച്ചാണ്. അങ്ങനെയാണല്ലോ പരീക്ഷയ്ക്ക് ഹാളിൽ എത്തിയ വിദ്യാർത്ഥിക്ക് ആൻസർ ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് ആ കുട്ടി വേണ്ട പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നതാണ്. ഇതുപോലെയാണ് റമദാനിൽ നമുക്ക് സാധ്യമാകാത്തതിൻ്റെ കാരണം റമദാനിന് മുമ്പ് നമ്മൾ വേണ്ടത്ര ഒരുങ്ങുന്നില്ല എന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം വരുന്നുണ്ട്. അവർ വരുന്നത് വലിയ മലകൾക്ക് സമാനമായ ഹസനാത്തുകളുമായി, പ്രതിഫലങ്ങളുമായാണ് വരുന്നത്. പക്ഷേ അവ ഹബാഅം മൻസൂറ, ഒരു ഫലവും ചെയ്യാത്ത വസ്തുക്കളായി മാറ്റപ്പെടും എന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ ആരാണവർ? അവരെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ അവരിൽ നിന്ന് മാറ്റം സ്വീകരിച്ചുകൊണ്ട് അവർ ചെയ്യാത്ത രൂപത്തിൽ, അവർ ജീവിക്കുന്ന രൂപത്തിൽ നിന്ന് മാറി നല്ല രൂപത്തിൽ ജീവിക്കാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ മുത്തുനബി തങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടി, അവർ നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങളെപ്പോലെ അവർ നിസ്കരിക്കുന്നു, അവർ രാത്രി നിസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ മുത്തുനബി തങ്ങൾ പറയുന്നു, وَإِذَا خَلَوْا بِمَحَارِمِ اللَّهِ انْتَهَكُوهَا, അവർ അള്ളാഹു നിഷിദ്ധമാക്കിയ ഏതെങ്കിലും കാര്യത്തിൽ അവർ ഒറ്റക്ക് ചെന്നുപെട്ടാൽ, സമൂഹത്തിൽ അവർ മാന്യന്മാരാണ്, പകലിൽ അവർ മാന്യന്മാരാണ്, എല്ലാവർക്കും ഇടയിൽ അവർ മാന്യന്മാരാണ്. പക്ഷേ ഒരു വേണ്ടാത്തരത്തിൽ അവർ ചെന്നുപെടുന്നത് ഒറ്റക്കാണെങ്കിൽ ഇൻതഹകൂഹാ, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ച് ആ ഹറാമുകൾ അവർ ഒറ്റക്കാകുമ്പോൾ ചെയ്യുന്നു.
അതുകൊണ്ടാണ് ആഖിറത്തിൽ അവർക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു, ശരീരം കൊണ്ട് ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ശരീരം കൊണ്ട് പരിശുദ്ധനാവണം. പക്ഷേ അതിന് സാധ്യമാകാത്തത് അവൻ്റെ ഇന്നർ, അവൻ്റെ ഉള്ള്, അവൻ്റെ ആന്തരികമായ അവസ്ഥയ്ക്ക് ചേഞ്ച് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഷഅബാനിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് അവരുടെ ആന്തരികമായ മാനസികമായ മാറ്റങ്ങൾ അവർ വരുത്തണം. ശാരീരികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നാവ് കൊണ്ട് എന്തെല്ലാം വേണ്ടാത്തരങ്ങളാണ് മനുഷ്യരാകുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്നത്, പറഞ്ഞു വെക്കുന്നത്. കളവ് പറയുന്നു, ഗീബത്ത് പറയുന്നു, വാഗ്ദത്തം ലംഘിക്കുന്നു, മറ്റുള്ളവരെ ശപിക്കുന്നു, കേടായി പ്രാർത്ഥിക്കുന്നു, സ്വന്തം ശരീരത്തെ പുകഴ്ത്തി പറയുന്നു. ഇതൊക്കെ ചെറിയ ഒരു നാവ് കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന വിനകളാണ്. ഇതുപോലെ മനസ്സിലേക്ക് കടന്നു വന്ന് നോക്കൂ, എന്തൊക്കെയാണ് നമ്മൾ ദേഷ്യം വെക്കുന്നത്, നമ്മൾ അഹങ്കരിക്കുന്നത്, നമ്മൾ പൊങ്ങച്ചം കാണിക്കുന്നത്, നമ്മൾ നമുക്കില്ലാത്ത അർഹത മാനസികമായി കൊണ്ടു നടക്കുന്നത്, ഹസദും ഹഖദും കിബറുമായി നമ്മളുടെ മനസ്സിനെ നമ്മൾ മലിനമാക്കിയിരിക്കുകയാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ പരിശുദ്ധമാക്കുന്നത്? അപ്പോൾ മാത്രമാണ് രഹസ്യവേളകളിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്താണ് മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കാനുള്ള മാർഗം? ബഹുമാനപ്പെട്ട മഹദൂം റളിയല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വദവാഉ ഖൽബിൻ ഖംസ, ഖൽബിനെ പരിശുദ്ധമാക്കുവാനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, അർത്ഥമറിഞ്ഞിട്ടാണെങ്കിൽ വളരെ നല്ലത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വലിൽ ബത്നിൽ ഖലാ, വയറ് നിറക്കാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കി മാറ്റുക എന്നതാണ് രണ്ടാമത്തെ വഴിയായി മഹാനവറുകൾ പറയുന്നത്. മൂന്നാമത്തേത് രാത്രി സമയത്തെ നിസ്കാരമാണ്. നാലാമത്തേത് അത്താഴ സമയത്തുള്ള പ്രാർത്ഥനയാണ്. അഞ്ചാമത്തേത് സ്വാലിഹീങ്ങളോടൊപ്പമുള്ള സഹവാസമാണ്. ഇത് 5ഉം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. മുത്തുനബിയോടൊരു സ്വഹാബത്ത് ഒന്ന് ചോദിക്കുന്നു, നബിയെ ഔസിനി, എന്നെ ഒന്ന് ഉപദേശിക്കണം നബിയെ. മുത്തുനബിയുടെ ഉപദേശം എന്തായിരുന്നു? ലാ തഗ്ളബ്, മോനെ നീ ദേഷ്യം വെക്കരുത് എന്നാണ്. ആ സ്വഹാബി ആവർത്തിച്ചു വീണ്ടും, ഇനിയും നബിയെ എന്നെ ഉപദേശിക്കണേ. റസൂലുള്ള പ്രതിവചിക്കുന്നു ലാ തഗ്ളബ്. വീണ്ടും സ്വഹാബി ആവശ്യപ്പെടുന്നു, മുത്തുനബി പ്രതിവചിക്കുന്നു ലാ തഗ്ളബ്. 3 തവണയും മുത്തുനബി പറയുന്നത് നീ ദേഷ്യം വെക്കരുത് എന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ദേഷ്യം എന്ന് പറയുന്നത് അത്ര വിഷയമുള്ള സംഗതിയല്ല. പക്ഷെ മുത്തുനബി ഒരു സ്വഹാബിക്ക് കൊടുക്കുന്ന വസിയ്യത്ത് തന്നെ നീ ദേഷ്യം വെക്കരുത് എന്നാണെങ്കിൽ എത്രമാത്രം അത് മനസ്സിൻ്റെ മാലിന്യമായി സംഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അള്ളാഹ് ഈ വിശുദ്ധമായി നമ്മിലേക്ക് പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ആത്മാർത്ഥമായി സ്നേഹിച്ച് വരവേൽപ്പ് നൽകണമെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ സന്നദ്ധത അറിയിക്കണം. ശരീരത്തിൻ്റെ പരിശുദ്ധതയും മനസ്സിൻ്റെ വിശുദ്ധിയുമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എന്നതിൽ ഒരു സന്ദേഹവുമില്ല. മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം: അൽ മുഹാജിറു മൻ ഹജറ സൂഅ, കുടുംബവും നാടും വിട്ടു പോകുന്ന ആളല്ല യഥാർത്ഥത്തിൽ മുഹാജിർ. മൻ ഹജറ സൂഅ, തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാണ്. വൽ മുജാഹിദു മൻ ജാഹദ ഹവാഹ്, യഥാർത്ഥത്തിൽ കഠിനാധ്വാനി എന്ന് പറയുന്നത് മൻ ജാഹദ ഹവാഹ്, തൻ്റെ ആഗ്രഹങ്ങളോട് തൻ്റെ ഇച്ഛകളോട് പടപൊരുതുന്നവനാണ് യഥാർത്ഥത്തിലെ ധീരനായ പടയാളി എന്ന് നമുക്ക് ആ ഹദീസിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഇച്ഛകളെയും ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ക്രമപ്പെടുത്തി ചലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുകയും അതിനെ സമ്പന്നമാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന വിഭാഗത്തിൽ പെടാൻ കഴിയുകയുള്ളൂ.
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പരിശുദ്ധ റമദാനിനെ നന്നായി വരവേൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.